ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒരു ലൈക്കും ഒരു ഹൈപ്പും തന്നിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും തറപ്പിച്ച് പറയാണ്, ഇന്ന് സുധിയുടെയും ശ്രുതിയുടെയും പ്രശ്നം തീരും, അല്ലെ തീർക്കും. കാരണം നമ്മുടെ ചന്ദ്രയോട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞതെല്ലാം രേവതി കേട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനിയിപ്പോ മലേഷ്യയിലേക്ക് തിരിച്ചു പോകുവോ എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മുടെ ചന്ദ്ര പ്ലേറ്റ് അങ്ങോട്ട് മറിക്കും. അപ്പൊ അത് നന്നായിട്ട് മനസ്സിലായി. പിന്നെ സച്ചിക്ക് അത് പണ്ടേ അറിയാം. അപ്പൊ അതുകൊണ്ട് സച്ചി രേവതിയും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. അച്ഛൻ ആ ഒരു തിരി കൊളുത്തി കൊടുത്തേക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അയ്യോ, പൗഡർ എടുത്തി മലേഷ്യക്ക് എങ്ങാനും പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ചങ്ക് തകരൂലെ രേവതി അമ്മയുടെ. പിന്നെ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? അയ്യോ, പിന്നെ ദേ സുധീനേം കൂടെ അങ്ങ് മലേഷ്യക്ക് കൊണ്ടുപോകുന്നു എന്നങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് അമ്മയുടെ അവസ്ഥ. പിന്നെ ഉണ്ടല്ലോ ചന്ദ്ര ഇതിലെ പറക്കും. അതും കൊണ്ട് ചന്ദ്ര ഇന്നും കൊണ്ട് ഇവിടത്തെ വിഷയം അവസാനിപ്പിക്കും രേവതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഉള്ളതേ നമ്മുടെ മീരയുടെ വീട്ടിലാ. അങ്ങനെ മീരയുടെ വീട്ടിലിരിക്കുക. അപ്പൊ മീര ചോദിക്കാൻ, നീ പോകുന്നില്ലേടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അത് പിന്നെ മീര ഞാൻ പോകാം, പക്ഷേ കുറച്ചു നേരം കൂടെ ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഈ വിഷയത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണം മീരെ, ഇല്ലെങ്കിൽ ആ വീട്ടിൽ എനിക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല. പണിയെടുത്ത് മുടിഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പണി ചെയ്തിട്ടില്ല മീരെ. അയ്യോ, ആ വീട്ടിലെ സകലർക്കും ഉണ്ടാക്കി കൊടുക്കുകയും വെച്ച് വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഞാനാ. എൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് പറയുമ്പം, നിന്റെ അമ്മായിയമ്മേനെ നീ സൂക്ഷിച്ചോ. കാരണം നിന്റെ അമ്മായിയമ്മ ചെറിയ ആളൊന്നും അല്ല കേട്ടോ. നിന്റെ അമ്മായിയമ്മ സത്യങ്ങളൊക്കെ അപ്പൊ അറിഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും ശ്രുതി നിന്റെ അവസ്ഥ. നീ ശ്രുതിയല്ല കല്യാണിയാണെന്നും നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്നും നിനക്ക് ഒരു മകനുണ്ടെന്നും. അയ്യോ, നീ അത് ഓർമ്മിപ്പിക്കാതെ മീരെ. അതൊക്കെ ഓർക്കുമ്പോ തന്നെ എനിക്ക് നെഞ്ചിനു വേനെടുക്കാം. ഏതായാലും അതിനു മുമ്പ് ശ്രുതി എനിക്ക് എന്റെ വശത്ത് കൊണ്ടുവരണം. എടി, ആ പൊട്ടനെ നീ എങ്ങനെ നിന്റെ വശത്ത് കൊണ്ടുവരാനാ? അവൻ വെറും പൊട്ടനല്ലേ. സത്യം പറയാലോ, നീയേ ഇപ്പൊ തെരഞ്ഞെടുത്ത ജീവിതം അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും അല്ല. അയ്യോ, അങ്ങനെ നീ പറയരുത്, അങ്ങനെ നീ ശ്രുതിനെ കുറ്റം പറയരുത്. അപ്പൊ നമ്മുടെ ശ്രുതിനെ കുറ്റം പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് നോവുന്നുണ്ട് കേട്ടോ. അപ്പൊ മീര തന്നെ ചോദിക്കുന്നുണ്ട്, ഓ, വീണ്ടും ചങ്കരൻ തെങ്ങേ തന്നെയാണോ? നിനക്കിപ്പോഴും നിന്റെ കെട്ടിയവനെ കുറിച്ച് കുറ്റം പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നിന്റെ കെട്ടിയവനെ കുറിച്ച് സത്യം പറയുമ്പോഴത്തേക്കും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റണില്ലല്ലോ. അത് പിന്നെ പാവാടി ശ്രുതി, പാവ. ഓ, പാവായ ശ്രുതി ആണല്ലോ എല്ലാ കുറ്റങ്ങളും രണ്ടുപേരും കൂടെ ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് നിന്റെ നെറുകയിൽ മാത്രം ആ കുറ്റം ഏൽപ്പിച്ചിട്ട് മുങ്ങി നടക്കുന്നത്. ഇതാണോ നല്ല ഭർത്താവ്? ഇതാണോ ഈ നല്ല ഭർത്താവ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതിക്ക് മറുപടി ഒന്നുമില്ല. പക്ഷെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഇനിയിപ്പോ വേറെ ഒരു രക്ഷയും ഇല്ല. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ശ്രുതി, എനിക്കറിയാം. പക്ഷെ ശ്രുതിക്കും കുറച്ച് പോരായ്ക്കുറവുകളൊക്കെ ഉണ്ടല്ലോ. ആരാടി പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഈ ലോകത്ത്? ആരും അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. ശ്രുതിയുടെ പോരാക്കുറവുകൾ വേറൊന്നുമല്ല, അമ്മയെ അനുസരിച്ച് അമ്മ പറയുന്നത് കേട്ട് 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 വളർന്ന ഒരാളല്ലേ. അപ്പൊ പിന്നെ പെട്ടെന്ന് മാറാനൊക്കെ പ്രയാസം വരും. ആ മാറ്റത്തിന് ഒരു അവസാനം ഉണ്ടാകണമല്ലോ, മാറ്റം ഉണ്ടാകണമല്ലോ. അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന്. അങ്ങനെ നമ്മുടെ ശ്രുതി എന്തോ രണ്ടും കൽപ്പിച്ച് മീരയുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. ശ്രുതിയെയും കാണുന്നില്ല, ശ്രുതിയെയും കാണുന്നില്ല. ഏതായാലും ഇനി രണ്ടുപേരെ ഇങ്ങനെ രണ്ടായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ ജീവിതം പോക്കാണെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായി. ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞും തപ്പിയൊക്കെ നടക്കുകയാണ്. ഭയങ്കര ടെൻഷൻ. ഇനിയിപ്പൊ അറിയില്ലല്ലോ എന്തായി തീരുമെന്ന്. അങ്ങനെ ശ്രുതി ഒറ്റയ്ക്കാണ് കയറി വരുന്നത്. ശ്രുതിയെ കണ്ടതും, അല്ല ശ്രുതി എവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ശ്രുതി എവിടെയെന്നോ? ഓഹോ, അതെന്ത് ചോദ്യം അമ്മ ചോദിക്കുന്നത്? ശ്രുതിനെ കൂട്ടാതെയല്ലേ ഞാൻ രാവിലെ ഇവിടുന്ന് പോയത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഒരുമിച്ചിറങ്ങാന് അമ്മ സമ്മതിക്കില്ലല്ലോ. അല്ല, എന്നാലും അവള് അങ്ങോട്ടേക്ക് വന്നില്ലേ, ഷോറൂമിലേക്ക്? ഹേയ്, അവള് ഷോറൂമിലേക്കൊന്നും വന്നില്ല. അവളിത് എവിടെ പോയതാ? അവളിനിയിപ്പം പാർലറിൽ വർക്കൊന്നും ഇല്ലല്ലോ. പിന്നെ എവിടെ പോയതായിരിക്കും? അല്ല, നിന്നോട് പറഞ്ഞില്ലേടാ? അമ്മേ, എന്നോടൊന്ന് സംസാരിക്കാൻ പോലും അമ്മ സമ്മതിക്കത്തില്ല.
പിന്നെ എങ്ങനെയാണ് അവൾ എന്നോട് പറയാ? ഞാൻ എങ്ങനെയാണ് അവളോട് ചോദിക്കുക? അയ്യോ, ഇതിപ്പം വലിയ പ്രശ്നമായല്ലോ. അവള് മലേഷ്യക്ക് വല്ലതും പോയി കാണുമോ? അതും പറയാൻ പറ്റത്തില്ല. എന്റെ ശ്രുതി, അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? ആ മോനെ, ഒരു കാര്യം ചെയ്യ, നീ നീ ഈ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യ. ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോഴത്തേക്കും ശ്രുതി ആ ഫോൺ കോള് കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും മീര ചോദിച്ചു, അതെന്താ നീ ശ്രുതി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ശ്രുതി ഫോൺ എടുക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വിളിക്കട്ടെ, കുറച്ചു നേരം കിടന്ന് വിളിക്കട്ടെ, എന്റെ വില എന്താണെന്ന് മനസ്സിലാവട്ടെ. എല്ലാത്തിനും ഇതേ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തേ പറ്റൂ. ചെറിയ രീതിയിലൊന്ന് പേടിപ്പിക്കുന്നത് നല്ലതാ. പിന്നെ ഭാമ ആന്റിയോട് ഞാൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഭാമ ആന്റി മിക്കവാറും അത് ആന്റിയോട് പറഞ്ഞു കാണും. ആന്റിയുടെ മനസ്സിൽ ഒരു ആന്തലും ഏതലും ഒക്കെ കാണുമായിരിക്കും. ഏതായാലും ആന്റിക്ക് ഞാൻ മലേഷ്യക്ക് പോവോ എന്നൊരു ചെറിയ പേടിയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ വല്ല കോടീശ്വരന്റെ മകളല്ലേ. ആ തള്ള ആരാ സാധനം എന്നറിയാമോ മീരെ? പണം എവിടെയുണ്ട് അവിടെ കമന്ന് വീഴും. അങ്ങനത്തെ തള്ളയാ, വൃത്തികെട്ടൊരു തള്ള. ഓഹ്, എങ്ങനെയാണോ എനിക്ക് പറ്റിപ്പോയി. ഇനി അവിടെ ജീവിച്ചല്ലേ പറ്റൂ. എങ്ങനെയെങ്കിലും ജീവിക്കണം. അവിടെ എനിക്ക് പിടിച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ ശരിയാവില്ല. ആ സച്ചിയും രേവതിയും കാരണം ഒരു നിവൃത്തിയില്ലാത്ത മട്ട. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കാണ്. ഇതും അവര് തന്നെയല്ലേ കണ്ടുപിടിച്ചത്. ഏതായാലും കുറച്ചു നേരം എല്ലാവരും അവിടെ കിടന്ന് വെപ്രാളപ്പെടട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് ചന്ദ്രയ്ക്കും ശ്രുതിക്കും ടെൻഷൻ കൂടി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് എന്താ എന്താ പറ്റിയത്? അത് പിന്നെ ഒന്നുമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് സച്ചി പറയാണ്, എടാ നാണമില്ലേടാ നിനക്ക്? സ്വന്തം ഭാര്യനെ വിളിക്കണമെങ്കിൽ അമ്മ പറയണം, സ്വന്തം ഭാര്യയോട് മിണ്ടണമെങ്കിൽ അമ്മ പറയണം. എടാ, നീ നട്ടല്ലില്ലാത്ത ഒരാണായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് നട്ടല് ഇല്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ അമ്മയോട് എനിക്ക് ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ട്, അതുകൊണ്ടാ. അമ്മയോട് സ്നേഹം വെച്ചോണ്ട് അങ്ങ് നിന്നോ. പൗഡർ ഇടത്തി പോകുമ്പോഴേ നീ പഠിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും ചന്ദ്ര, ദേ സച്ചി മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടെ ആകെപ്പാടെ ടെൻഷനിലിരിക്കുമ്പോഴാ. എന്ത് ടെൻഷൻ? രണ്ടുപേർക്കും എന്താ ടെൻഷന്? ഓ, പൗഡർ ഇടത്തി പോയി കാണൂലേ? മിക്കവാറും പൗഡർ ഇടത്തി നിന്നെ ഉപേക്ഷിച്ച് പോയി കാണും. നട്ടലില്ലാത്ത ഭർത്താവിനെ ഏത് പെണ്ണിനാടാ ഇഷ്ടപ്പെടുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറഞ്ഞു, ദേ സച്ചി, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാ നിൽക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം ആരാടാ? നീയൊക്കെ തന്നെയല്ലേ? ഓ, നിന്റെ ഭാര്യയും നീയും കൂടെ ചെയ്തു വെച്ചതിന്റെ ഫലമല്ലേ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവിക്ക് എന്നൊക്കെ പറയാം. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീരേനെയും ശ്രുതിനെയും തന്നെയാണ് കേട്ടോ. ഒടുക്കം നമ്മുടെ ശ്രുതിയുടെ ഏക കൂട്ടുകാരി മീരയാണല്ലോ. അങ്ങനെ മീരേനെ ശ്രുതി വിളിച്ചു നോക്കുക. അങ്ങനെ ഫോൺ എടുത്തിട്ട് മീരേനെ വിളിച്ചു. മീര പറഞ്ഞു, ദേടി ഫോൺ കോള് നീ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാലേ ടെൻഷൻ അടിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യ, ഏതായാലും കുറച്ചു നേരം എല്ലാം കൂടെ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് മീര പറഞ്ഞു, ഇടി വേണോടി, എടുക്കടി, നീ ധൈര്യമായിട്ട് എടുത്തിട്ട് അങ്ങ് പറ. അങ്ങനെ ഫോൺ എടുത്തിട്ട് മീര ചോദിച്ചു, എന്താ ശ്രുതി? അത് പിന്നെ അവിടെ ശ്രുതി വന്നിരുന്നോ? ശ്രുതി ഇന്ന് ഇങ്ങോട്ട് വന്നില്ലല്ലോ. അല്ല, ശ്രുതി വിളിച്ചിരുന്നോ? ശ്രുതി വിളിച്ചില്ലല്ലോ. എന്താ പറ്റിയത്? ശ്രുതി അവിടെ ഇല്ലേ ശ്രുതി? അത് പിന്നെ ഇവിടെ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്നാ പിന്നെ പുറത്ത് വല്ലതും പോയതായിരിക്കും. അല്ല, മീരനെ ഇന്ന് വിളിച്ചതേ ഇല്ല ശ്രുതി? ഏയ്, അവൾ എന്നെ വിളിച്ചില്ല. അവൾ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു. ആകെപ്പാടെ വിഷമത്തോടു കൂടി എന്നെ വിളിച്ചത്. ഏതായാലും ഇന്നത്തെ ദിവസം അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും ആദ്യം കൂടാണ് കേട്ടോ. മീര അങ്ങനെ ഫോൺ വെച്ചു. മീര ചോദിച്ചു, ഇടി ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിനി പ്രശ്നങ്ങൾക്കുമേ പ്രശ്നമാവൂലേ? ഏയ്, ഒരു പ്രശ്നമാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലൂടി. അപ്പോഴത്തേക്ക് ഈ ആദ്യമൊക്കെ അങ്ങ് തീർന്നോളും. എങ്കിലും കുറച്ച് ടെൻഷൻ അനുഭവിക്കണം. രണ്ടും ടെൻഷൻ അനുഭവിക്കണം. എന്റെ അമ്മായിയമ്മ തള്ളയുടെ കാര്യം നിനക്ക് അറിയാലോ. ഓ, തള്ള ഞാൻ കോടീച്ചയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പൊ ഞാൻ മലേഷ്യക്ക് പോയി എന്നും പറഞ്ഞുകൊണ്ട് അറ്റാക്ക് വന്ന് ചത്താലും കുഴപ്പമില്ല. ഏതായാലും അനുഭവിക്കണം, എല്ലാവരും അനുഭവിക്കണം. ഇതോടുകൂടി നിർത്തണം എന്നോടുള്ള ദ്രോഹം. എനിക്ക് പറ്റില്ലടി, മടുത്ത് ഞാൻ ആ വീട്ടിലെ പണി ചെയ്ത് നടു ഒടിഞ്ഞു. അതുകൊണ്ട് ഇതോടുകൂടി നിർത്തിയേ തീരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് ആകപ്പാടെ ടെൻഷനാണ് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ ശ്രുതിയല്ല, ശ്രീകാന്തും വർഷയും വന്നു. അങ്ങനെ ശ്രീകാന്തും വർഷയും വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതുവരെ ശ്രുതി വന്നിട്ടില്ല, അത് തന്നെയാണ് പ്രശ്നം. അങ്ങനെ എല്ലാവരും ഭയങ്കര ടെൻഷനിലായിട്ടോ. അങ്ങനെ പെട്ടെന്ന് ശ്രുതി കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല നീ എവിടെ പോയതാടി? നിനക്ക് പോകുമ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞിട്ട് പോകത്തില്ലേ? അത് പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അത് വർക്ക്
എനിക്ക് സൈറ്റിലൊക്കെ പോയി ചെയ്തു കൊടുക്കണമായിരുന്നു, അപ്പൊ അതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് സൈറ്റ്? അല്ല, സൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് ക്ലയന്റിന്റെ വീട്ടിൽ പോകണമായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സുധിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പൊ സുധി ചോദിക്കുക, എടി നീ എന്താടി പറഞ്ഞിട്ട് പോകാത്തത്? ഒന്ന് പറഞ്ഞിട്ട് പോകത്തില്ലേ? എന്തിനാ സുധി ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്? ഞാന് സുധിയോട് മിണ്ടരുന്നുണ്ടല്ലേ, സുധിയുടെ അമ്മയുടെ ഓർഡർ, സുധിക്കും അമ്മയുടെ ഓർഡർ അനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയൊക്കെ കയറി ഇടപെടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ നമ്മുടെ രവീന്ദ്രൻ കയറി ഇടപെട്ടു. രവീന്ദ്രൻ പറഞ്ഞു, അതെ ചന്ദ്രെ, ഇനിയെങ്കിലും നീ മനസ്സിലാക്ക, ഇവര് തമ്മിലുള്ള പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കുക. അവര് ഭാര്യയും ഭർത്താവും അല്ലേ, എത്ര നാളിങ്ങനെ മിണ്ടാതെ നടക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ആ അതും ശരിയാ, എത്ര നാൾ ഇവര് മിണ്ടാതെ നടക്കും. ശ്രുതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറയണം, എന്നോട് പറഞ്ഞിട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് സച്ചി, ഓ അമ്മയോട് പറഞ്ഞിട്ട് ചെയ്താൽ കുഴപ്പമില്ലല്ലേ, അത് പിന്നെ എന്നോട് പറയണമെന്ന് പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന എന്റെ മരുമകളല്ലേ, അപ്പൊ എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് വേണ്ട ചെയ്യാനായിട്ട്, ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ ഒന്ന് സമാധാനപ്പെടുത്തി എടുക്കാൻ വേണ്ടി ചന്ദ്ര ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് എന്താ പറയാ, മരുഭൂമിയിൽ മഴ പെയ്തൊരു അവസ്ഥയാണ്. വല്ലാത്തൊരു സന്തോഷവും കുളിർമയും ഒക്കെ. ഓ, ഇനിയിപ്പം ശ്രുതിയുടെ കൂടെ ഇരിക്കാലോ, കഴിക്കാലോ, കിടക്കാലോ, ഇതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സന്തോഷം. അങ്ങനെ ഇതെല്ലാം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, ഇനി മേലാൽ ആവർത്തിക്കരുത്, ആവർത്തിച്ചത് ആവർത്തിച്ചു, എല്ലാം ശ്രുതിക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നീ എനിക്കെന്നും എന്റെ പ്രിയപ്പെട്ട മരുമകൾ തന്നെയാ, നീ ഇത് ചെയ്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കുണ്ടായ ആ ഒരു വേദനയിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നോട് ക്ഷമിക്കുമോളെ. നിനക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തി ഒരുപാട് പണിയെടുപ്പിച്ചു, ഏതായാലും നീ എന്നോട് ക്ഷമിക്ക്. എന്തെങ്കിലും മനസ്സ് നിന്റെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ശിക്ഷ തരില്ല, എന്തെങ്കിലും തെറ്റ് ചെയ്താല് അതുപോലെ ഒരു ശിക്ഷ ഞാൻ തന്നാണെന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ചു വിടാൻ നോക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയം സച്ചി പറഞ്ഞു, അതെ നിക്ക്, അമ്മ പ്രശ്നം പരിഹരിച്ചു, എല്ലാവരും പ്രശ്നം പരിഹരിച്ചു, പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അതെ, ആ 50 ലക്ഷം രൂപ, ആ 50 ലക്ഷം രൂപ ആർക്കൊക്കെ അവകാശപ്പെട്ടതാ? ശ്രുതിക്ക് മാത്രം അവകാശപ്പെട്ടതാണോ ശ്രീകാന്തെ? അല്ലല്ലോ. അപ്പൊ പിന്നെ ആ 50 ലക്ഷത്തിനൊരു തീർപ്പാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയാ മതി, ഈ കൂട്ടായ്മ പിരിച്ചു വിട്ടാ മതി എന്ന് പറഞ്ഞപ്പോ ചന്ദ്രന്, നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വ്യക്തമാക്കണോ? അല്ല, രേവതിക്ക് ആ 50 ലക്ഷം രൂപയൊന്നും വേണ്ടായിരിക്കും, കാരണം രേവതിക്ക് പൈസയോട് വലിയ ആർത്തിയൊന്നുമില്ല. പിന്നെ ശ്രീകാന്ത് നിനക്കോ? അത് പിന്നെ എനിക്ക് 50 ലക്ഷം കിട്ടിയിട്ട് ഇപ്പൊ എനിക്ക് എന്തിനാ? അപ്പം വർഷയ്ക്ക് വേണമായിരിക്കുമല്ലോ, വർഷയോടും കൂടി ഒന്ന് ചോദിക്കുക, കാരണം വർഷയും നിന്റെ ഭാര്യയല്ലേ, നിന്റെ എല്ലാ അവകാശങ്ങൾക്കും നിന്റെ എല്ലാ അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും തുല്യതയുള്ളതാണ് നമ്മുടെ വർഷയ്ക്കും. അപ്പൊ വർഷയോട് ചോദിക്കാൻ പറ്റുമ്പോൾ വർഷ പറഞ്ഞു, എനിക്ക് പൈസയൊന്നും വേണ്ട, 50 ലക്ഷം രൂപയോ? ഓ, എനിക്ക് എന്തിനാ? അപ്പൊ ആർക്കും 50 ലക്ഷം രൂപ വേണ്ടായിരിക്കാം, പക്ഷേ ആ കട ഇപ്പോഴും സുധിയുടെ പേരിലല്ലേ ഉള്ളത്, 50 ലക്ഷം ഇപ്പോഴും കടമായിട്ട് കിടക്കല്ലേ, അത് അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, ആ കടയുടെ ഓണർഷിപ്പ് അത് അച്ഛന്റെ പേരിലേക്ക് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും, ഇല്ലെങ്കിലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. ഇത് കേട്ടത് സുധി, എന്ത് വർത്താനമാ സച്ചിൻ ഈ പറയുന്നത്? ഓണർഷിപ്പ് അച്ഛന്റെ പേരിലാക്കാനോ? ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിക്കൊണ്ട് വന്ന എന്റെ ബിസിനസ്, എന്റെ സാമ്രാജ്യം, എന്റെ കട, അയ്യോ എന്റെ ഷോറൂം, അത് അച്ഛന്റെ പേരിലാക്കാനോ? അപ്പൊ ശ്രുതിയും, അതൊന്നും പറ്റത്തൊന്നുമില്ല, അച്ഛന്റെ പേരിലാക്കാന് പൈസയൊക്കെ അച്ഛന്റെ ആയിരിക്കും, പക്ഷെ ഞങ്ങൾ അതിൽ ഒരുപാട് എഫർട്ട് ഇട്ടിട്ടുണ്ട്, അത് ശരിയാവത്തില്ല. ആര് പറഞ്ഞ് ശരിയാവത്തില്ലെന്ന്? അതേ ശരിയാവത്തുള്ളൂ, അതേ ശരിയാവും. ഇതിനത് മാത്രമേ പരിഹാരമുള്ളൂ. അപ്പോഴേ എന്റെ പൊന്നച്ഛ പറഞ്ഞങ്ങ് മനസ്സിലാക്കിക്കേ, ഈ കടയുടെ ഓണർഷിപ്പ് അച്ഛനുള്ളതാണ്, അച്ഛന്റെ പേരില് ഈ കട എഴുതണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ തന്നെ ആയിരിക്കണം 50 ലക്ഷത്തിന്റെ ഉടമ, അതായത് അക്കാഡമിയുടെ ഉടമ. നിന്റെ അമ്മായിയച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയൊന്നും അല്ലല്ലോ, നിന്റെ അമ്മായിയച്ഛന്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നാണെങ്കിൽ ഈ ശ്രുതിയും ഇതിന്റെ ഉടമയാണെന്ന് പറയാം. പക്ഷേ ഇതെന്റെ അച്ഛൻ കഷ്ടപ്പെട്ടതാ, എത്ര കൊല്ലത്തെ കഷ്ടപ്പാടാണെന്ന് അറിയോടാ നിനക്ക്? അറിയത്തില്ലായിരിക്കും. നിനക്ക് എങ്ങനെ അറിയാനാ കഷ്ടപ്പാടിന്റെ വില? 7 ഡിഗ്രിയും തലയിൽ കയറ്റി വെച്ചോണ്ട് നടന്നാ മതിയല്ലോ നിനക്ക്. ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒത്തുതീർപ്പ് നടത്തിയാ മതി. അങ്ങനെ ചന്ദ്രയും സുധിയും ശ്രുതിയും കൂടെ ഒഴുകി പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ സച്ചി, എന്താ അച്ഛന് ഞാൻ പറഞ്ഞ അഭിപ്രായത്തില് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടോ? വേണമെങ്കിൽ പല വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താം.
ഓണറായിട്ട് അച്ഛൻ അവിടെ ചെന്നിരിക്കുക. പിന്നെ തൊഴിലാളിയായിട്ട് ശ്രുതിയും അവിടെ ഇരിക്കട്ടെ, സ്റ്റാഫുകളെ പോലെ മാത്രം. പിന്നെ അച്ഛൻ അവിടുത്തെ മുതലാളിയാകണം. കാരണം 50 ലക്ഷം രൂപ അച്ഛൻ അവിടുത്തെ മുതലാളിയായേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യാൻ തീരുമാനിക്കാണ് കേട്ടോ. ഏതായാലും ഏതായി തീരും ഇതൊക്കെ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാമേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സമ്മാനം, അത് ആഴ്ചയിൽ അവസാന ദിവസം നമ്മൾ നറുക്ക് എടുപ്പിലൂടെ ആയിരിക്കും സമ്മാനം കൊടുക്കുന്നത്. കാരണം ഒത്തിരി പേര് കമന്റ്സ് ഇടാറുണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 10-30 കമന്റ്സോളം വരാറുണ്ട്. അപ്പം ഒരാഴ്ച 7 ദിവസം നോക്കിയിട്ട് ആ 7 ദിവസത്തില് ഒരാളെ, ആ 7 ദിവസം കമന്റ് ചെയ്ത് കുറെ പേര് കാണുമല്ലോ. അപ്പം അതിൽ നിന്ന് ഒരാളെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അത് നമ്മൾ ലൈവായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ലൈവായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ആ ഒരു നറുക്കെടുപ്പ് നടത്തുക കേട്ടോ. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുകയാണ്. പിന്നെ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം, ഫുൾ വീഡിയോ വാച്ചും ചെയ്തിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്കായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കാനായിട്ട് ലിസ്റ്റിൽ ഇടുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പത്തരമാറ്റാണ് കേട്ടോ. അപ്പൊ പത്തരമാറ്റ് നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അലീനയുടെ കഥ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലീനയുടെ കഥയും റിയൽ സ്റ്റോറി ഉണ്ടോ. അപ്പൊ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട്. നമ്മുടെ അലീനയുടെ അപ്കമിങ് ശേഷം ഇടുന്ന ചാനലാണ്. അപ്പൊ അതായത് നമുക്ക് 3 ചാനലുണ്ട്. 3 ചാനലിലെയും കമന്റ് ഇടുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സമ്മാനം കൊടുക്കാനായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ 3 ചാനലിലെയും കമന്റ്സ് ഇടുന്നവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായി. ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.